നമസ്കാരം വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് CK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ പൊന്നന്താനം ശാഖാമന്ദിര ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. പെൻഷൻ മേഖലയിൽ വിദേശ നിക്ഷേപം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ പെരുമ്പിള്ളിച്ചിറ ശാഖ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി ഗ്രാമവികസന വാരാഘോഷത്തോടനുബന്ധിച്ച് പന്നൂരിൽ സ്കൂൾ പരിസരം ശുചീകരിച്ചു. വാർഡ് മെമ്പർ AM ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ ഗാന്ധി ജയന്തി വാരാചരണത്തോടനുബന്ധിച്ച് ശുചിത്വ പരിപാടികൾ ആരംഭിച്ചു. സ്കൂൾ മാനേജർ MP വിജയനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്യൂജിഗംഗ സൂര്യ ഫെസ്റ്റിവൽ തൊടുപുഴയിൽ ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിലേക്ക് കേരകർഷക മാർച്ചും ധർണയും നടത്തി. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് CK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ABD കോലോത്ത് അധ്യക്ഷത വഹിച്ചു. മാത്യു വർഗീസ്, K സലിംകുമാർ, PP ജോയ് എന്നിവർ പ്രസംഗിച്ചു. വണ്ണപ്പുറത്ത് INTUC കുടുംബസംഗമം നടത്തി. DCC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. INTUC താലൂക്ക് പ്രസിഡന്റ് TJ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, AE സേവ്യർ, തോമസ് മാത്യു, TM ജോസഫ്, ജോർജ് തെല്ലിയാങ്കൽ, KG ശിവൻ, അനീഷ് കിഴക്കേൽ, അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഈ ഹാളിലിരിക്കുന്ന ഏവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തുമുള്ള പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പോലെയോ അല്ലെങ്കിൽ സ്വർണവള ആവശ്യപ്പെട്ട് എത്തി തന്ത്രപൂർവ്വം 3/4 പവന്റെ വളയുമായി കടന്ന സ്ത്രീയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജ്വല്ലറിയിലാണ് സംഭവം. 40 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയാണ് സ്വർണവള കൈക്കലാക്കിയതെന്ന് കടയിലെ നിരീക്ഷണ ക്യാമറയിൽ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സാരിയും ബ്ലൗസും ധരിച്ച ഒരു സ്ത്രീ സ്വർണം വാങ്ങാനെന്ന വ്യാജേന തൊടുപുഴയിലെ ഗോൾഡൻ ജ്വല്ലറിയിലെത്തിയത്. വളകൾ മാറി മാറി നോക്കിയ ഇവർ ഒരു വള ആരും കാണാതെ എടുത്ത് പേഴ്സിനടിയിലാക്കി. ഒടുവിൽ ഒരു വള ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പഴയ വള മാറാനായി നൽകി. സെയിൽസ്മാൻ വളകളുടെ തൂക്കവും മറ്റും നോക്കാനായി മാറിയതിനിടയിലായിരുന്നു മോഷണം. പേഴ്സിൽ നിന്നും ടവലെടുത്ത് മുഖം തുടയ്ക്കും. കരിങ്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പൊന്നന്താനം ശാഖാമന്ദിര ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. പ്രസിഡന്റ് തമ്പി മാനുങ്കൽ അധ്യക്ഷത വഹിച്ചു. സ്ട്രോങ് റൂം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. ലോക്കർ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ CC തോമസ് നിർവഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി മുഖ്യപ്രഭാഷണം നടത്തി. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ, വൈസ് പ്രസിഡന്റ് ജാൻസി ജോസ്, S ശ്രീജയ, ജോജി തോമസ് എടാപുറം, തോമസ് കുട്ടി കുര്യൻ, KM ബാബു, അലക്സ് പ്ലാത്തോട്ടം, മത്തായി ജോൺ, അഗസ്റ്റിൻ നടുപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോർഡ് മെമ്പർ ഷിജോ അഗസ്റ്റിൻ സ്വാഗതവും സെക്രട്ടറി PM ശോഭന നന്ദിയും പറഞ്ഞു. പെൻഷൻ മേഖല വിദേശ കുത്തകൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെയും സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും യോഗവും നടത്തി. ആക്ഷൻ കൗൺസിൽ നേതാവ് TP മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. D ബിനിൽ,
MN ശിവനുണ്ണി, CS മഹേഷ്, ഹോർമിസ് കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രത്യേകിച്ച് UPA ഗവൺമെന്റ് നിലനിൽക്കുമോ പോകുമോ എന്ന് ആശങ്കയുള്ള ഈ ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് അത്തരമൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കാരണം കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി ലോകപ്രശസ്തമായ അമേരിക്കൻ ടൈം മാസിക മൻമോഹൻ സിംഗിന്റെ ഫോട്ടോയോടുകൂടി ഒരു കവർ സ്റ്റോറി ഇറക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് ദി അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 10ാമത് ശാഖ പെരുമ്പിള്ളിച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ A രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം ലോക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ നിക്ഷേപ സ്വീകരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ CC തോമസ് നിർവഹിച്ചു. വായ്പാ വിതരണ ഉദ്ഘാടനം സഹകരണ സംഘം ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ മാത്യു ജോസഫും കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായിയും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ ജോസ്, മുഹമ്മദ് വെട്ടിക്കൽ, ജോർജ് താന്നിക്കൽ, ലൈല മുഹമ്മദ്, KM ബാബു, K ദീപക്, ജോണി തോമസ്, S ശ്രീജയ, VM ജോസഫ്, KM മൂസ, PP ജോയി, ജനറൽ മാനേജർ ജേക്കബ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡയറക്ടർ അഡ്വക്കേറ്റ് E അബ്ദുൾ റഹീം സ്വാഗതവും TR സോമൻ നന്ദിയും പറഞ്ഞു. ബാങ്കിന്റെ നവതി വർഷാഘോഷത്തോടനുബന്ധിച്ചാണ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടവെട്ടി പഞ്ചായത്തിലെ ജനക്ഷേമ സമിതി പ്രവർത്തകർ ഒപ്പുശേഖരണം നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് ഉദ്ഘാടനം ചെയ്തു. സമിതി കൺവീനർ AP ജോസ്, സെക്രട്ടറി CC ജോർജ്, പ്രസിഡന്റ് KS നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നിവിടെ നടത്തുന്ന ജനകീയ ഒപ്പുശേഖരണ പരിപാടി നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി വഴിത്തല ശാന്തിഗിരി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗവും ഫിലിം ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ത്രിദിന ചലച്ചിത്ര പഠന ക്യാമ്പിന് തുടക്കമായി. തിരക്കഥാകൃത്ത് P ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പോൾ പാറേക്കാട്ടൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ ആനിമൂട്ടിൽ, നീത തോമസ്, ഡാൽമിന ഡാളൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അനീഷ് രംഗച്ചൻ സ്വാഗതവും ആൻഡ്രീസ സ്വാബു നന്ദിയും പറഞ്ഞു. ഞാൻ കുറേ വർഷം നാടകവും സിനിമയെ കുറിച്ചൊക്കെ സ്വയം കുറേ പഠിക്കാൻ ശ്രമിക്കുകയും ഔപചാരികമായി പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി എന്താണ് ഗ്രാമവികസന വാരാചരണത്തോടനുബന്ധിച്ച് പന്നൂരിൽ സ്കൂൾ പരിസരം ശുചീകരിച്ചു. വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് രാജു കൊന്നനാൽ, ഡോക്ടർ പ്രേംകുമാർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് കല, PG ജയമോൻ, N സോമശേഖരൻ നായർ, ജോർജ് പറയനിലം, വിജയൻ താഴാനിയിൽ, സുമാ രവി, രജനി ജോളി, ഗീത മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 2 മുതൽ 8 വരെ സംസ്ഥാന ഗവൺമെൻറ് ശുചീകരണ വാരം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി പെരുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 2-ാം തീയതി ആരംഭിച്ച അപൂർവ ഇനം തവളയെ കണ്ടെത്തി. പ്ലാന്റേഷൻ ഇല്ലിച്ചാരി പോമക്കൽ വീട്ടിൽ ഷാജിയുടെ പുരയിടത്തിലാണ് അപൂർവ ഇനം തവളയെ കണ്ടെത്തിയത്. കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ശുചീകരണം നടത്തി. സ്കൂൾ മാനേജർ MP വിജയനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ബേബി തോമസ്, PT സതി, PN ശോഭന, വിപിൻ, PV മിനി, അജേഷ്, ശ്രുതി, ജിസ്, ശരത് ജിസ്, ആഷ്ബിൻ അലോഷ്യസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ പരിസരത്ത് 21 ഔഷധ സസ്യങ്ങളും നട്ടു. ദൈവത്തിന്റെ സ്വന്തം നാട് സ്കൂൾ പരിസരങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുമെന്നും വൃക്ഷത്തൈകളും ഔഷധച്ചെടികളും വാരാഘോഷ ദിനമായ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഗാന്ധി ജയന്തി
വാരാചരണത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസവും അതിന്റെ പ്രവർത്തനങ്ങൾ. സന്നദ്ധ സംഘടനയായ എർസോ നാഷണൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ നാഗാർജുന ആയുർവേദ ഗ്രൂപ്പുമായി സഹകരിച്ച് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി അറിവ് യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 16, 17 തീയതികളിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. പദ്ധതിക്ക് തുടക്കം കുറിച്ച് വിവിധ ആദിവാസി മേഖലയിൽ ഗ്രാമോത്സവങ്ങൾ സംഘടിപ്പിക്കും. കോവിൽമലയിൽ ഒക്ടോബർ 6-നും 7-നും നടക്കുന്ന ഗ്രാമോത്സവത്തിൽ സാംസ്കാരിക സന്ധ്യ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. കോവിൽമല രാമൻ രാജമന്നാൻ അധ്യക്ഷത വഹിക്കും. എർസോ ചെയർമാൻ ബിനു പുന്നയാർ, വയനാടി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ചെയർമാൻ ബിന്നു പുന്നയാർ, വയനാടി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT കുര്യാക്കോസ്, കോർഡിനേറ്റർമാരായ സുനിൽ അഗസ്റ്റിൻ, AS ഗിരീഷ്, നാഗാർജുന ഗ്രൂപ്പ് പ്രതിനിധികളായ PKK നമ്പൂതിരിപ്പാട്, ബേബി ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എർസോ നാഷണൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എൻവയോൺമെന്റൽ റിസർച്ച് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്നാണ്. ഇപ്പോൾ ഞങ്ങളൊരു 94 ഓൺവേർഡ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഓഫ് ട്രൈബ്സ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള ഏജൻസീസിൻ്റെ സഹകരണത്തോടുകൂടി NBS പുസ്തകമേള ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. തൊടുപുഴ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് പുസ്തകമേള നടക്കുന്നത്. പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ മേളയിലുണ്ട്. 7-ന് മേള സമാപിക്കും. അഞ്ച് ദിവസം നീളുന്ന സംഗീത നൃത്ത സായാഹ്നങ്ങൾക്ക് വേദിയൊരുക്കി ഫ്യൂജി ഗംഗ നേതൃത്വം നൽകുന്ന സൂര്യ ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. മാരിക്കലിങ്കിലുള്ള മൗര്യ ഗാർഡൻസിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ മന്ത്രി PJ ജോസഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് SD സതീശൻ നായർ, ക്രിയേഷൻ ലാമിസ് ഗ്ലോബൽ ഡയറക്ടർ സുന്ദരകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഫ്യൂജി ഗംഗ പ്രസിഡന്റ് MD ദിലീപ് സ്വാഗതവും സെക്രട്ടറി സുനിൽ രാജ് നന്ദിയും പറഞ്ഞു. വിരസമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ടാൽ ജീവിതമാകെ മുരടിച്ചു പോകും. അതുകൊണ്ട് അല്പമൊക്കെ ഉല്ലസിക്കുവാൻ, സന്തോഷിക്കുവാൻ ഒക്കെ അവസരം വേണം. കലാപരിപാടികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. ഫ്യൂജി ഗംഗ സൂര്യ ഫെസ്റ്റിവലിന്റെ ആദ്യ ദിവസം പ്രിയദർശിനി ഗോവിന്ദിന്റെ ഭരതനാട്യം അരങ്ങേറി. കഴിഞ്ഞ ദിവസം നിര്യാതയായ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുട്ടം ശാഖാ മാനേജർ പെരുമ്പിള്ളിച്ചിറ കുന്നേൽ KA ബാബുവിന്റെ ഭാര്യയുമായ മായ സെബാസ്റ്റ്യന്റെ സംസ്കാരം പെരുമ്പിള്ളിച്ചിറയിൽ സെന്റ് ജോസഫ് പള്ളിയിൽ നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ വൻ ജനാവലി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു.